ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്ന് വരെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി വഹിക്കുന്ന ഒരാൾ പോലും ഇത്രയും തരം താണ രീതിയിൽ പെരുമാറിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമമനുസരിച്ച്, ഭരണഘടനയനുസരിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ സമരത്തിനിറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും കേന്ദ്ര സർക്കാരിനും അക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല. കാരണം അവര് പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. പക്ഷേ പ്രതിപക്ഷം എതിർപ്പിന്റെ രാഷ്ട്രീയത്തിന് പകരം ഇന്നലെ ഡൽഹിയിൽ അഴിച്ചുവിട്ടത് അരാജകത്വത്തിന്റെ രാഷ്ട്രീയമായിരുന്നു. നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലുടനീളം കലാപവും അക്രമവും അഴിച്ചുവിട്ടുകൊണ്ട്, ഡൽഹിയിൽ മാത്രമല്ല ഇന്നലെ നടന്ന ചില പ്രചരണങ്ങൾ, സമരത്തിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി വെടിയേറ്റു മരിച്ചു എന്നുള്ളൊരു പ്രചരണം നടന്നു. വാസ്തവത്തിൽ ഇന്നലെ നടന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ ഒരു പെൺകുട്ടിയുടെ മരണം മാത്രമല്ല ലക്ഷ്യം വെച്ചിരുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ വസതി അതീവ സുരക്ഷാ മേഖലയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ മേഖലയിലൂടെ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും കടന്നു പോകുന്ന പ്രദേശമാണ്. ഡൽഹിയിലെ ജനങ്ങൾ രാവിലെ ഓഫീസിൽ പോയി, രാവിലെ കോളേജിൽ പോയി, രാവിലെ സ്കൂളിൽ പോയി, വൈകുന്നേരം തിരിച്ചു പോകുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും രക്ഷാകർത്താക്കളും ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു പോകേണ്ട വഴിയാണത്. ആ വഴി മുഴുവൻ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആ വഴിയിൽ അക്രമത്തിന് നേതൃത്വം നൽകാൻ, ആ വഴിയിൽ കലാപം അഴിച്ചുവിടാൻ, അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നമുക്കെല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലം, അതിന്റെ ക്രമക്കേടുകളെ കുറിച്ച്, അതിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ആ വീഴ്ചകൾക്ക് ഉത്തരവാദികളായിട്ടുള്ള 13 പേർക്കെതിരായിട്ട് സർക്കാർ നടപടിയെടുത്തു. ആ 13 പേരെ നൽകാവുന്നതിൽ നിന്ന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകാൻ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരെ നിയോഗിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നടപടികൾ എടുക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തരത്തിൽ അരാജകത്വം അഴിച്ചുവിടാൻ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷം തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ: രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കടുത്ത നിരാശ. ഏറ്റവും ഒടുവിൽ നടന്ന രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ, ആസാമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു തുടർച്ചയായി 3ാം തവണ. ബംഗാളിൽ കോൺഗ്രസ് നിശേഷം തുടച്ചു നീക്കപ്പെട്ടു, ഒരു സീറ്റ് പോലും ഇല്ലാതെ. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ കൂട്ടുകക്ഷിയായിട്ടുള്ള DMK-യുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആ കോൺഗ്രസും DMK-യും ഉൾപ്പെടുന്ന മുന്നണി, ആ മുന്നണി നാമാവശേഷമായി. അങ്ങനെ രാജ്യത്തെ ജനങ്ങൾ തിരസ്കരിച്ച ഒരു പാർട്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് അരാജകത്വത്തിന് ആഹ്വാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായിട്ട് പ്രതിഷേധിക്കേണ്ട ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം ഭാരതീയ ജനതാ പാർട്ടിയെ പോലെ ഈ നാടിനോട് കൂറുള്ളവരുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അരാജകത്വത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന ഓഫീസിലേക്ക് ഈ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഈ മാർച്ചിനോട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാനായി ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.